എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്കെല്ലാം ഉപയോഗിക്കുന്ന അവിയലാണ്. അപ്പോൾ അവിയലിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കണം. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്, അതായത് ചേന അല്ലെങ്കിൽ ചേമ്പ്, പിന്നെ ഏത്തക്കായ, വെള്ളരിക്ക, ചിലർ കോവയ്ക്ക ചേർക്കാറുണ്ട്, പടവലങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, അച്ചിങ്ങ അല്ലെങ്കിൽ ബീൻസ്, മുരിങ്ങാക്കോൽ. ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി, പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഓരോന്നോരോന്നായിട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അവിയൽ തയ്യാറാക്കുമ്പോൾ നമ്മളെല്ലാം എപ്പോഴും നീളത്തിലാണ് എല്ലാം അരിയുന്നത്. അതും ഒരുപാട് വലിയ കട്ടിയുള്ള പീസൊന്നും ആക്കാതെ അത്യാവശ്യം തിന്നായിട്ട് പെട്ടെന്ന് വേവുന്ന രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കാറ്. ഇനി എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പില കുറച്ച് കൂടുതൽ ഇട്ടാൽ അത്രയും നല്ലത്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചവെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല പോലെ എല്ലാം മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. പച്ചക്കറിയെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറുജീരകം, കുറച്ച് ചെറിയുള്ളി, വേപ്പില, പച്ചമുളക്, ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക. നമ്മളുടെ പച്ചക്കറികളെല്ലാം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയും അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ പച്ചക്കറിയെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി അധികമായിട്ടുള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മളുടെ അരപ്പ് അതിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി പിന്നെയും ഒരു 2-3 മിനിറ്റ് വേവിക്കാൻ വെക്കുക അടച്ച്. ഇപ്പോൾ നമ്മളുടെ അവിയൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കട്ട തൈര് ചേർക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ അതിന് മീതെ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് വേപ്പിലയും കൂടി ചേർക്കുക. ഇനി അത് അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മളുടെ അവിയൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.